എന്റെ കണ്ണു മുമ്പ് പോലും മസറൂറിന് വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് മുറിഞ്ഞു. അത്ര നാളത്തെ പോലെ അല്ല. ഒരൊറ്റ കാര്യം പറയട്ടെ, മസറൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയെന്ന് 4-4.5. അങ്ങനെ നമ്മുടെ നാജിലെത്താത്ത സ്വന്തം മകളെയും ഉമ്മയും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉമ്മാക്ക് അവഹിതമുണ്ട് എന്നൊക്കെയാണ് പുതിയ വീഡിയോയിൽ വന്നിരുന്ന നാജില പറയുന്നത്. അതുപോലെ എന്റെ മകളെ എനിക്കിനി കൺമുന്നിൽ പോലും കാണണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വെറും 11 വയസ്സുള്ള മകളെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കണം മക്കളെ. ഇവളൊക്കെ മുക്കാല് കെട്ടിയടിക്കാൻ തോന്നുന്നു. വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഇവളുടേത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 4 കല്യാണം കഴിച്ചു. എല്ലാറ്റിനും കൂടി 3-4 മക്കളുണ്ട്. ഇപ്പൊ ആള് ഗർഭിണിയുമാണ്. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെണ്ണ് കല്യാണം കഴിക്കുന്നവന്മാരൊക്കെ മുഴുകുടിയന്മാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരായിരിക്കും. ഏറ്റവും പുതിയ ഭർത്താവായ ഷാൻ എന്ന് പറഞ്ഞ ചങ്ങായും അങ്ങനെ തന്നെ മുഴുകുടിയനാണ്. എന്റെ ഇക്കയെ കൊണ്ട് ഞാൻ കുടിയൊക്കെ നിർത്തിക്കും, ഇക്കയെ ഞാൻ നന്നേക്കും എന്നൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഇവൾ പറഞ്ഞു നടന്നിരുന്നത്. തുടക്കത്തിലൊക്കെ ഷാനൊക്കെ ഇവൾ പറഞ്ഞതൊക്കെ അനുസരിച്ചിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തനി സ്വഭാവം പുറത്തു വന്നു. കള്ള് കുടിച്ചു വന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. നാജിലിനെ മാത്രമല്ല ആ ചെറിയ മക്കളെ പോലും ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നാജിൽ 1 വീതം 3 നേരം കണക്കിൽ എന്നും വീഡിയോ ഇടാൻ തുടങ്ങി. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇന്ന് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്താൽ പിന്നെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരിക്കും. കുറച്ചു കാലത്തേക്ക് ഇത് തന്നെയായിരുന്നു കലാപരിപാടി. എന്നെയും മക്കളെയും ഒക്കെ ഇയാൾ ഉപദ്രവിച്ചു. ഇയാളുടേത് മഹാവിടക്ക് സ്വഭാവമാണ്. ഇനി ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നാജിലെ വീഡിയോ ചെയ്താൽ ഉറപ്പിച്ചോളി അടുത്ത ദിവസം തന്നെ ഇവർ ഒന്നിച്ചിട്ടുണ്ടാവും. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നാജിലയുടെ മൂത്ത മകളായിട്ടുള്ള മസ്റൂറ നാജിലയുടെ ഉമ്മാടെ കൂടെ താമസിക്കാൻ പോയത്. ഈ ഷാൻ എന്ന് പറയുന്നവൻ എന്നും കള്ളു കുടിച്ചു വന്ന അലമ്പാണല്ലോ. ഈ കുട്ടികളെയും ഇയാൾ ഉപദ്രവിക്കാറുണ്ട്. 11 വയസ്സായ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ മസ്റൂറ. സോ അവളുടെ സേഫ്റ്റിയും കൂടി മുൻനിർത്തിക്കൊണ്ട് പോലീസൊക്കെ ഇടപെട്ടാണ് മസ്റൂറയെ നാജിലയുടെ അടുത്ത് നിന്നും നാജിലയുടെ ഉമ്മയുടെ അടുത്തേക്ക് മാറ്റിയത്. അതിന്റെ ഇടയിൽ മസ്റൂർ ആണെങ്കിലും ചൈൽഡ് ലൈന് കാര്യം അന്വേഷിച്ചു വന്നപ്പോൾ അവരോട് ഉമ്മയും ഭർത്താവും ഉപദ്രവിക്കാറുണ്ട്, കയറിൽ തല കീഴാക്കി കെട്ടി തൂക്കി എന്നെ അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അതോടെ ഇനി കുഞ്ഞിനെ നാജിലയുടെയും ഷാനിന്റെയും കൂടെ നിർത്താൻ പറ്റില്ല എന്ന് പോലീസും ചൈൽഡ് ലൈനുകാരും തീരുമാനിക്കുന്നു. നാജിലാണെങ്കിലും ഇതെല്ലാം തന്റെ ഉമ്മാന്റെ കളികളാണെന്നാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഉമ്മയെ നാജിലൊക്കെ പണ്ടേ ഇഷ്ടമില്ല. ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ഷാനിനെയും നാജിലയെയും പണ്ട് ഇവരുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നാജിലയുടെ ബെഡ്റൂമിൽ വെച്ച് പൊക്കിയ ആളാണ് നാജിലാന്റെ ഉമ്മ. അന്ന് തൊട്ട് തന്നെ നാജിലാക്ക് ഉമ്മാനോട് നല്ല ദേഷ്യം. ഇപ്പൊ മസ്റൂറയും കൂടി ഉമ്മാന്റെ അടുത്തേക്ക് പോയതോടെ ആ ദേഷ്യം ഇരട്ടിച്ചു. അങ്ങനെയാണ് ഉമ്മാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നാജില വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരു 3-4 വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ പോലും ഇവള് വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. മകളെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ ഇവള് പറയുന്നത് കേൾക്കണം. എന്തൊരു സ്ത്രീയാണ് ഇവളെന്ന് തോന്നിപ്പോകും. എന്തായാലും സമയം കളയാതെ നമുക്ക് നാജിലിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖാണ്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. എന്നാൽ പിന്നെ ചെയ്യാണ്ടിരുന്നൂടെ? വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നിൽക്കരുത്. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. സലാം പറഞ്ഞു തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എനിക്കും കുട്ടികൾക്ക് ഇവിടെ സുഖമാണ് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുക. അങ്ങനെ സുഖമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആള് തന്നെ പിന്നെ അങ്ങോട്ട് 10-20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ആയി സങ്കടങ്ങളും കുറ്റങ്ങളും കുറവുകളും വന്നിരുന്ന് വളമ്പും. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നാൽ പിന്നെ ആദ്യം തന്നെ വെറുതെ സുഖമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് 4 വീഡിയോ എങ്ങാണ്ടും ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി കണ്ടോക്കാം. 2 ദിവസത്തിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പേ മോൾ ഉമ്മാരെടുത്താണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ. എവര് റഹീമിനെ കോണ്ടാക്ട് ചെയ്യും, പഞ്ചായത്തിൽ പോക്കും ഒക്കെ. റഹീം എന്ന് പറയുന്നത് നാജിലയുടെ മകളായ മസ്റൂറയുടെ ഒറിജിനൽ വാപ്പയാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഇടയ്ക്കിടെ റഹീം എന്ന് നാജില പറയുന്നു. സോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ റഹീമും നാജിലയുടെ ഉമ്മയും ഒക്കെ ചേർന്നാണ് മസ്റൂറ നാജിലയുടെയും ഷാനിന്റെയും കൂടെ സേഫ് അല്ല എന്ന പരാതി കൊടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഒരൊറ്റ കാര്യം പറയട്ടെ, മസ്റൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയെന്ന് 4-4.5. നീ സഹിക്കണ്ട. നിന്റെ ഈ പേക്കൂത്ത് കാരണം സഹിക്കേണ്ടി വന്നത് മുഴുവനും ഒന്നും അറിയാത്ത ആ കുട്ടികൾക്കല്ലേ. നിനക്കെന്താ ഇത്ര സഹിക്കാൻ പറ്റായിക? തോന്നുമ്പോ കല്യാണം കഴിക്കുക, യൂട്യൂബ് ചാനൽ വന്നിരുന്ന ഓരോ കോപ്രായം കാണിക്കുക, ഇതല്ലേ നിന്റെ പരിപാടി. നീ കണ്ട കള്ളുകുടിയന്മാരൊക്കെ നിരത്തി കല്യാണം കഴിച്ച് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും നിന്റെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് വളരേണ്ടി വരുന്ന സാഹചര്യത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയല്ലേ? കല്യാണം കഴിക്കുന്നതിന്റെയും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന്റെയും ഒക്കെ തിരക്കിൽ മകളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ എവിടെ നേരം അല്ലേ? എന്നിട്ട് നിനക്കിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ? എന്താണ് സഹിക്കാൻ പറ്റാത്തത്? ഉമ്മ എന്നെ തൊട്ടിലിൽ കെട്ടുന്ന കയറി തല കീഴാക്കി കെട്ടി തൂക്കി അടിച്ചു എന്ന് മസ്റൂറ പറഞ്ഞു. അത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ? ആ കുട്ടി നുണ പറയുകയാണെന്നാണ് നീ പറയുന്നത് അല്ലെ? എന്നാലും ആ ചെറിയ പെൺകുട്ടി അങ്ങനെ വെറുതെ ഒന്നും പറയൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതെ അവൾ അങ്ങനെ പറയോ? തല കീഴാക്കി കെട്ടി തൂക്കി അടിച്ചു എന്ന് നോക്കി ഇത്ര സ്പെസിഫിക് ആയി ഒരു പെൺകുട്ടിക്ക് പറയാൻ കഴിയോ? ശരിക്കും ആലോചിച്ചു. കല്യാണം കഴിക്കുന്നതിന്റെ തിരക്കിനിടയിൽ മകളെ കെട്ടി തൂക്കി അടിച്ചതൊക്കെ മറന്നു കാണും. ബാക്കി പറഞ്ഞാലും ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടില്. കറക്റ്റ് 3500 രൂപ വാടകയും. അന്ന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരെടുത്ത് എന്റെ മക്കളെ നോക്ക്. അപ്പൊ എന്നിൽ നിന്നുള്ളതെല്ലാം ഊറ്റി മേടിച്ച് ഞാൻ ഷെറൻ സ്കൂളിൽ 13,000 രൂപ കൊടുക്കാണ്ടെന്ന് എന്റെ തള്ള പറഞ്ഞു. 6,000 സംതിങ്ങിന്റെ കാര്യം എനിക്ക് അറിയാവും.
ഞങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാ മടവൂർ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോവാ ഒരുങ്ങിയതാണ്. അപ്പൊ നോക്കിയപ്പോ വേഗം തൂക്കിയപ്പോ നാവായിക്കുളത്ത് പോണ്. ഇത്രയും കാലം റഹീമേ നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ, അന്ന് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അന്ന് കുട്ടീനെ ചെലവ് വയ്ക്കാൻ പറഞ്ഞേട്ടാ, എനിക്കൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഉമ്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് ആസിഡ് കുടിയും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. തുടങ്ങിട്ടോ ഇവളുമ്മാന് കുറ്റം പറിച്ചിട്ട് തുടങ്ങി. ഇനി അങ്ങോട്ട് ഫുൾ ഈ കുറ്റം പറിച്ചിട്ട് തന്നെയാണ്. ഉമ്മാക്ക് അവിഹിതം ഉണ്ട് എന്ന് വരെ പറയുന്നുണ്ട്. കേട്ടോക്കാം. ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. എന്റെ പാപ്പ ഗൾഫിലായിരുന്നു. അതിൽ നിന്നുള്ള ആഘാതമുണ്ട്. ഞാൻ ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് വളർന്നത്, ഉപ്പാപ്പാരുടെ അടുത്ത് നിന്നും. അവിടെ ആസിഡ് കുടിയും കാര്യങ്ങളും ബഹളവും പ്രശ്നവും. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കല്ലിയെട്ടിന്റെ അവിടെ രാത്രി വന്നിരുന്ന് ചരളുവാരി എറിയും. ഇവിടെ കരഞ്ഞോണ്ടോടും നമ്മളമ്മ എന്നും പറഞ്ഞ്. അങ്ങനെയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവളുടെ ഉമ്മ ഫുൾ അലമ്പായിരുന്നു. ചെറുപ്പത്തിലൊന്നും തങ്ങളെ നല്ല പോലെ നോക്കിയില്ല. ജീവിതം എങ്ങനെ അനുഭവം കാരണം ഉമ്മയാണ്. അങ്ങനെ എന്റെ ഉമ്മ എന്നോട് ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ മകളോടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇവള് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കത്തിയില്ല. എല്ലാം കൂടി ഉമ്മാനെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള ഓരോരോ അടവുകളാണ്. സ്വന്തം കഴിവുകേടിനെ മറച്ചു വെക്കാൻ വേണ്ടി ഉമ്മാനെ കരുവാക്കുക. അതാണ് സംഭവം. എന്തായാലും വാക്കുടി കേട്ടോക്കാം. 3 ഭർത്താവിലുള്ള 3 മക്കളും എന്റെ സമൂഹത്തില് ഒരാളുടെ ഫോൺ വിളിച്ച് പറഞ്ഞു ഒരു അഴുക്ക സ്ത്രീയായിട്ട് എന്നെ മുദ്ര കുത്തി. ഒരു പെറ്റ തള്ളയും പറയില്ല. അതിനുശേഷം ഞാൻ ക്ഷമിച്ചോളാണ്. എനിക്ക് കുറച്ച് ചോറും കറികളൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ. ഇല്ലാന്നല്ല, 5.5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ തടവള കൈരളിന്ന് മേടിച്ചതാണ്. 1 പവന്റെ ഒരു കൈച്ചൈ നൗഫലിന്റെ മേടിച്ചതാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു ചെവിമാട്ടി കാതിടുന്ന, ഒരു മോതിരം. ഞാൻ 10,000 രൂപ കൊടുത്തു വാങ്ങിയ മോതിരമാണ്. അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. പിന്നെ ഒരു കൈച്ചൈ മുത്തുമോന്റെ, എല്ലാം ഇവരെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഇവര് പറഞ്ഞു അത് വാങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് യൂട്യൂബിന്റെ ഏണിങ്സ് വന്ന് ഷെറിൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നു. അനിയൻ അന്നം പൊന്നി പെണ്ണെ നാളെ 15,000 രൂപ വേണം. അതാണ് ഞാൻ ഉമ്മാരെ കൊടുക്കൂലെന്ന് പറഞ്ഞിക്ക. എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. എന്നിട്ട് വാപ്പാരെ കയ്യിലാണ് ഞാൻ എണ്ണി കൊടുക്കണം അടുക്കള ഭാഗത്ത് നിന്ന്. എന്റെ എല്ലാം നശിപ്പിച്ച് എന്റെ വസ്തു ഒന്ന് ജപ്തി ഘട്ടത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ ശല്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കില്ല എന്ന്. ഇത് സത്യം അറിയാവുന്ന കുറച്ചു പേരുണ്ട്. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. അങ്ങനെ പറ. അപ്പൊ ഉമ്മാനെ പണ്ടേ ഇഷ്ടമില്ല. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ആ ഇഷ്ടക്കേട് മുഴുവനും പുറത്തു വരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത്രയും കാലം ഉമ്മാനെ കുറിച്ച് 4 കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയും ഇപ്പൊ അതങ്ങോട്ട് സാധിച്ചു അല്ലെ. എനിക്ക് നമ്മുടെ ഷാജിയാണ് ഓർമ്മ വരുന്നത്. ഷാജിദ് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഉമ്മാനെ കുറ്റം പറഞ്ഞു ഉമ്മാനെ ഷെഡ് ഡാൻസ് വരെ പുറത്തു വിട്ടു. അവസാനം അവളുടെ ഗതി എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ഷാജിദക്ക് ജനിക്കാതെ പോയ സഹോദരിയാണ് നാജില എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടും ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഉമ്മാനെ കുറ്റമല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കണ്ണിൽ കാണാത്ത കാഴ്ച കണ്ടു. എന്റെ കണ്ണിൽ കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടു. അതായത് ഉമ്മ വേറെ ആരുടെ കൂടെ കിടക്കുന്നത് താൻ കണ്ടു എന്ന് തന്നെയാണ് ഇവൾ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ തന്നെ വീണ്ടും ഇതേ കാര്യം ഇവള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ബാക്കി കേട്ടോക്കാം. എന്റെ മോളെ എങ്ങനെ വളർത്തും? എന്റെ മോളെ എങ്ങനെ വളർത്തും? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. നിന്റെ മോളല്ലേ, എങ്ങനെങ്കിലും ഒക്കെ വളർത്തും. അല്ല അതും കൂടി നാട്ടുകാരെ ഏറ്റെടുക്കണം. തോന്നുമ്പോ കല്യാണം കഴിച്ച മക്കൾ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. മാസത്തിൽ ഓരോരോ കല്യാണം കഴിക്കുന്നതിന് പകരം ഉള്ള മക്കളെ നല്ല പോലെ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. അത് ആദ്യം നീ മനസ്സിലാക്കുക. ബാക്കിയാണോ? ഞാൻ എന്നിട്ട് എന്റെ മോളൊന്നും പറഞ്ഞില്ല കേട്ടാ. അവരുടെ അടുത്ത് പറഞ്ഞെന്നേ ഞാൻ തൊട്ടിലിന്റെ കയറിൽ കെട്ടിത്തൂക്കിയെന്ന്. ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളിൽ ടോപ്പ് ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അടിച്ചിട്ടുണ്ട്. എന്റെ മുത്തുമോന്റെ കയ്യിൽ ഒരു അടയാളവും ഇല്ല. ഇവര് ഈ 3 മക്കളെയും കൊണ്ട് പഞ്ചായത്തിൽ പോയി. മുത്തുമോനെ, മുത്തു ഇങ്ങോട്ട് വാ, മിച്ചുമോനെ, ഇവര് കള്ളയില്ലാത്ത മക്കളല്ലേ. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും കയറിന് കെട്ടി തൂക്കേ ചാർജറിന് അടിക്കുകയും ചെയ്തിട്ടുണ്ടോ മക്കളെ? അതിന് ഈ 2 മക്കളല്ലല്ലോ നീ കയറി കെട്ടി തൂക്കി അടിച്ചു എന്ന് പരാതി പറഞ്ഞത്. മസ്റൂറല്ലേ, അവളോട് ചോദിക്കും. ആ കുട്ടി പറയട്ടെ ഉമ്മ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. നീ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മകള് തല്ലാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെ കൂടുതൽ ദേഷ്യം വന്ന സമയത്ത് നീ അവളെ കെട്ടി തൂക്കി അടിച്ചു കാണും. അല്ലെങ്കിൽ മസ്റൂർ തന്നെ പറയട്ടെ അങ്ങനൊന്നും ഇല്ലാന്ന്. ബാക്കി പറഞ്ഞാലും എന്റെ മുത്തുമോ എന്നെ നിന്ന് പോയിട്ട് തിരികെ വന്നവനാണല്ലേക്ക. ഒരു സമയത്ത് മസ്റൂറ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ച. എനിക്ക് മോളായോണ്ട് ഒരു ആലോചനയും വരൂലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ ചേർത്ത് പിടിച്ചില്ല ആരും. റബ്ബർ വിളയിൽ കിടന്നും പാലെടുത്തും അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 550 രൂപ പാല് 150 രൂപ പാല് ഞാൻ എടുത്തതിക്കാം. ആഹാ, കണക്ക് പറച്ചിൽ തുടങ്ങിയല്ലോ. ആരോടാണ് ഈ കണക്ക് പറയുന്നത്? വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളോട്, 11 വയസ്സുള്ള കുട്ടികളോട് അവളെ വളർത്തി വലുതാക്കിയ കണക്ക് പറയുന്ന ഒരു അമ്മ. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കും. വെറും 11 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് അത് മറക്കരുത്. മക്കൾ ഉണ്ടാക്കിയാൽ അവരെ വളർത്തേണ്ടി വരും. ചിലപ്പോൾ നല്ല കഷ്ടപ്പെട്ട് തന്നെ വളർത്തേണ്ടി വരും. അതിന് കണക്ക് പറയാൻ ഒരു മാതാപിതാക്കൾക്കും അവകാശമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ മകള് തള്ളി പറഞ്ഞപ്പോഴേക്കും ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കഷ്ടപ്പെട്ടു എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നും പറഞ്ഞു ആ ചെറിയ കുട്ടികളെ പ്രാക്കുക വേണ്ടത്. ബാക്കി പറഞ്ഞാലും
നൈറ്റ് കച്ചവടം. എന്നാ റീന മെമ്പർ വന്നില്ലേ, താത്തടുത്ത ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞിട്ട് എന്ന് പറഞ്ഞ താത്ത ഒരു നൈറ്റ് എടുക്കണം, പക്ഷെ മക്കൾക്ക് നാളെ തിരിച്ചാൽ ഒന്നുമില്ല. അങ്ങനെ ആ കാക്ക പറഞ്ഞു പെണ്ണെ അതിന് 50 രൂപ കിട്ടട്ടെ, നീ ഒരു നൈറ്റ് എടുത്ത് എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ 250 രൂപയ്ക്ക് ഒരു നൈറ്റി എടുത്ത് കേട്ടാ, 200 രൂപയുടെ നൈറ്റി 250 രൂപയ്ക്ക് എടുത്ത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ രക്ഷപ്പെട്ട അൽഹംദുലില്ലാ. ഞാൻ എല്ലാം കൊടുത്തത് മസൂറാൻ കാതിൽ കിടപ്പുണ്ട്, അവളെല്ലാം എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ. ഒരു സമയത്ത് മോളെ നിന്നെ ഞാൻ നോക്കിയില്ലെന്ന് പറയല്ലേ, യവന്മാർക്ക് ഞാൻ കുറഞ്ഞ ഡ്രസ്സ് എടുക്കുമ്പോ അവൾക്ക് ഞാൻ കൂടിയതാണ് എടുക്കുന്നത്. പക്ഷെ ഇക്ക വന്നേ കുടിച്ചിട്ട് അന്നൊരു പ്രശ്നം വന്നപ്പോ വെള്ളം ഒഴിച്ച് അല്ലേ, അതാണ് അവള് പറയണത്. ആ തെറ്റു പറ്റിപ്പോയി, ഏറ്റു പറഞ്ഞു. ആ അങ്ങനെ പറ. അപ്പൊ കെട്ടിയും കള്ളു കുടിച്ചു വന്നിട്ട് ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവളുടെ നാവിൽ തന്നെ അത് കേട്ടല്ലോ. ആ കുട്ടിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. അത് മാത്രമാവൂല, വേറെയും ഉപദ്രവിച്ചിട്ടുണ്ടാവും. കള്ള് കുടിച്ച ഷാനിന് യാതൊരു ബോധവും ഇല്ല. ഭാര്യയും ഉമ്മയും മകളെയും ഒന്നും തിരിച്ചറിയില്ല എന്ന് പണ്ട് തന്നെ നാജില പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കൾ ഇവൻ ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നും നാജില തന്നെ ഷാനിനെ കുറ്റം പറഞ്ഞിരുന്ന സീസണിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അല്ല ചൈൽഡ് ലൈനും പോലീസും ഒക്കെ ഇടപെട്ട ആ പെൺകുട്ടി അവിടുന്ന് മാറ്റിയത്. ഇവൻ കള്ളും കുടിച്ചു വന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത ആ പാവം 11 വയസ്സായ കുട്ടിയെ കുറ്റം പറഞ്ഞു വന്നേക്കുന്നു. നാണം കെട്ട വർക്കം. വെറും 11 വയസ്സായ സ്വന്തം മകളെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് ഓർക്കണം. ഇവളൊക്കെ ഒരു ഉമ്മയാണ്. സ്വന്തം ഉമ്മാനെ കുറ്റപ്പെടുത്താൻ എന്തൊരു ഉത്സാഹമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എളുപ്പ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഉമ്മ 11 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവൾക്ക് വേറെ എന്തോ അസുഖമുണ്ട്, വേഗം ചികിത്സിച്ചാൽ അത്രയും നല്ലത്. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, ബാക്കി പറഞ്ഞാലും ഇനി ഒന്നും ചെയ്യൂല മോളെ, ഈ ഒന്നും ചെയ്യൂലെന്ന് ഏറ്റു പറഞ്ഞു കൊണ്ടുപോട്ട്. എനിക്ക് ആ തള്ളയുമായിട്ട് മരിച്ചാ പോലും ഒരു ബന്ധവുമില്ല. പബ്ലിക്കിൽ എന്നെ അഴുക്ക സ്ത്രീയായിട്ട് ഒരു മുദ്ര കുത്തി. എന്റെ മോള് പറയണ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചില്ലേക്ക മോളെ ഇമ്മച്ചി വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാ? അവൾക്ക് പഠിക്കാൻ വയ്യ. എമ്മ കുറെ മൊബൈലും കൊടുത്ത് ടിവിയും കൊടുത്ത്. എന്റെ വീട്ടിൽ ടിവി മേടിക്കാത്ത കാര്യം ഒന്നും നിവർത്തിയില്ലാത്തോണ്ടല്ല. അപ്പൊ അങ്ങനെ ആയോ? പഠിക്കാൻ മടി ആയതുകൊണ്ടാണ് നാജിലയെ വിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് മസ്റൂർ പോയതെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അതും വെക്കേഷൻ സമയത്ത്. ഇങ്ങനെ ചിരിപ്പിക്കൽ എന്നെ നാജില. പറയുമ്പോ കുറച്ച് ലോജിക് ഒക്കെ വേണ്ടേ? സ്കൂൾ ഇപ്പൊ തുറന്നിട്ടല്ലേ ഉള്ളൂ. കുട്ടി ഉമ്മാമന്റെ അടുത്തേക്ക് പോയിട്ട് കുറെ ദിവസമായി. വെക്കേഷൻ സമയത്ത് പോയതാണ്. പിന്നെ എങ്ങനെയാണ് പഠിക്കാൻ മടി ആയതുകൊണ്ട് പോയതാണെന്ന് പറയാൻ കഴിയുന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മകളെ കുറ്റപ്പെടുത്തണം, സ്വയം ന്യായീകരിക്കണം. അതിനുവേണ്ടി എന്ത് കാര്യം ഉണ്ടാക്കാൻ മടിക്കില്ല അല്ലേ? ബാക്കി പറഞ്ഞാലും എന്റെ ഉമ്മ കാരണം തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയത്. പബ്ലിക്ക് കുറ്റം പറയണല്ല, പബ്ലിക്കിൽ വന്ന വീഡിയോയാണ്. എന്റെ ഉമ്മ പറഞ്ഞ വോയിസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് ചെയ്യേക്കാൻ തുടങ്ങിയത്. ഇന്ന് ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മക്കളൂടാ ആരും ചെലവ് മേടിച്ചിട്ടില്ല, നഷ്ടപരിഹാരം മേടിച്ചിട്ടില്ല. സനോ പറഞ്ഞത് മാത്രം 1 ലക്ഷം രൂപ അച്ചാരം കൊടുത്തതിൽ 75 രൂപ മേടിച്ച്. ഇന്ന് ഞാനും പറയണം, ഞാൻ ഒരു പൈസക്ക് ആർത്തിയുള്ളവളാണ് ഇക്ക. ഒരിക്കലും അല്ല, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവളാണ്. പെരുന്നാളിന് തന്നെ ഞാൻ 3000 രൂപയും കൊടുത്ത് മസ്റൂറെ ഏൽപ്പിക്കല്ലേ. അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഉമ്മയും ബാപ്പയല്ലേ, എന്നെങ്കിലും ഒരു സമയത്ത് ഒന്നിക്കും. എന്റെ വയറ്റിൽ കിടക്കണ കൊച്ചു ഹറാൻകുട്ടിയാണ്. പറയണേണ് തള്ള ഇന്നും പിഴയാണ്. കറി കറിച്ച് തുപ്പണണ്ട. അപ്പൊ വയറ്റിൽ കിടക്കണം എടുത്തോട്ട് മസ്റൂറായ എടുത്തോട്ട്. വാപ്പാരടുത്ത് ഒരു കാര്യമേ പറയണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യന്റെ വാപ്പ നിങ്ങക്ക് ചൊന്നോടിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. വാപ്പാക്ക് അറിയാം അമ്മ ചെയ്ത തെറ്റെന്താണെന്ന്. എനിക്ക് എല്ലാം അറിയാം. ഞാൻ ചോദ്യം ചെയ്തു. ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു. എന്റെ ആൺകൊച്ചുങ്ങൾ 2 സഹോദരങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എന്റെ കാക്കച്ചി 1 രൂപ ഞാൻ കൈ നീട്ടിട്ടില്ല കാക്കാര മുമ്പ്. പക്ഷെ ഇതിനൊക്കെ എന്റെ ഉമ്മയുണ്ടല്ലോ എണ്ണി കടക്കുറയും. എണ്ണി എന്റെ സ്കൂളിൽ വരും എന്നെ മര്യാദ പഠിപ്പിക്കാൻ എന്റെ ഉമ്മ. അപ്പോഴൊക്കെ ഞാൻ വലിയ കുട്ടിയാണ്. എല്ലാ കുട്ടികളും മുമ്പ് എന്നെ കളിയാകും. അപ്പോഴേക്കും എനിക്ക് ദേഷ്യമാണ് എന്റെ ഉമ്മാരോട്. എനിക്ക് എല്ലാരും ചോദിക്കും നിനക്ക് മാത്രമേ ഉള്ളാടി ഇങ്ങനത്തെ ഒരു ഉമ്മയെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ 5 പ്രസവിച്ച് ഇത് ഗർഭിണിയാണ്. 5 ഞാൻ ഗർഭിണി. എന്റെ കണ്ണു മുമ്പ് പോലും മസ്റൂറിന് വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് മുറിഞ്ഞു. അത്ര നാളത്തെ പോലെ അല്ല.
ഉളുപ്പുണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? എന്റെ കൺമുന്നിൽ പോലും വരണ്ടെന്നൊക്കെ 11 വയസ്സുള്ള മകളെ കുറിച്ച് പറയാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നു? ലേശെങ്കിലും ഉളുപ്പുണ്ടോ? ആ കുട്ടിയുടെ പ്രായെങ്കിലും നോക്കണ്ടേ? നീ ഇങ്ങനെ പോത്തുപോലെ വളർന്നിട്ടുണ്ടല്ലോ, കുറച്ച് വകതിരിവ് കാണിക്കും. കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. കുറെ പെറ്റു കൂട്ടിയിട്ട് കാര്യമില്ല, മക്കളെ നല്ലപോലെ വളർത്താനും കൂടി അറിയണം. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? നീ തന്നെ പറഞ്ഞു നിന്റെ ഭർത്താവ് കള്ള് കുടിച്ചു വന്ന് ആ കുട്ടിയുടെ ദേഹത്ത് വെള്ളം കൂരി ഒഴിച്ചിട്ടുണ്ടെന്ന്. വേറെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്നിട്ട് ആ ചെറിയ കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഓരോന്ന് പറയാൻ നാണമില്ല സ്ത്രീയെ നിങ്ങൾ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോകും. ബാക്കി പറഞ്ഞാൽ ഞാൻ ഒരു പൂട്ടി എന്റെ മോളെ ഇട്ടിട്ടില്ല. അള്ളാഹ്ക്ക് അറിയാലല്ലേ. ഞാൻ പൂട്ടി ഇട്ടിരുന്ന ഒരു കാലത്ത് എന്ന് ഞാൻ ജോലിക്ക് പോയ സമയത്ത്. എന്നിട്ട് അവന്റെ കയ്യില് ആ മേടം കണ്ടെന്ന് ചാർജറിന്റെ അടയാളം. എന്റെ വെളുത്ത മോനാണ്. നോക്ക്, ഒരടയാളൊക്കെ കണ്ടുപിടിച്ച് കാണിക്കാം. ഒരടയാളം. മക്കളെ, ഉമ്മച്ചി അങ്ങ് പോയപ്പോ ഷാഹിദാമ്മ മക്കളെ അടിക്കുമായിരുന്നു. മക്കളെ, പാപ്പച്ചി ഉമ്മച്ചി ഇല്ലാതെ വട്ടക്കൈ നിന്നപ്പോ അടിക്കുമായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കണേ എന്തുകൊണ്ട് പിന്നെ അവൻ തിരികെ നമ്മളടുത്ത് വന്ന് അന്ന് ഉപ്പച്ചിയെ വേണോന്ന് പറഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് വീണ്ടും തിരികെ പോലീസ് സ്റ്റേഷന്റെ സമക്ഷത്തില് വന്ന് പറമുത്തു മോനെ അടിക്കുമായിരുന്നോ? മുത്തവന് എന്തൊക്കെയാണ് ഈ പെണ്ണ് കാണിക്കുന്നത്? കുട്ടികളെ കൊണ്ട് ഉമ്മൂമാന്റെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണ്. ഉമ്മൂമാന്റെ കൂടെ നിന്ന സമയത്ത് ഉമ്മൂമ്മ അടിക്കാറില്ല എന്ന് പിന്നെയും ചോദിച്ച് പറയിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്? വളർന്ന ഒരു ഇതെല്ലാം ഈ കുട്ടികൾ എത്രത്തോളം ബാധിക്കുമെന്ന് അറിയോ? ഈ മെന്റൽ ട്രോമ എന്ന് അവർക്ക് സഹിക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാ മക്കളെയും ഇവളിൽ നിന്നും എടുത്തു മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടിയും ഇവളുടെ അടുത്ത് സേഫ് അല്ല. അതറിയാൻ വേറെ തെളിവൊന്നും വേണ്ടല്ലോ. ഇവളുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവൾ മക്കളോട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ബാക്കി പറഞ്ഞാലും ഞാൻ ഒരുപാട് കരഞ്ഞോളാണ്, മക്കളെ ഞാൻ സംരക്ഷിച്ചോളാണ്. പക്ഷെ എന്ന് തെറ്റുപറ്റി പോയി. ആരുടെ ആത്മാർത്ഥമായിട്ട് നിൽക്കരുത്. ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അസറൂറ കാരണം. അവളെന്റെ സ്വപ്നമായിരുന്നു, എന്റെ മോഹമായിരുന്നു, എന്റെ എല്ലാമായിരുന്നു അവള്. എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങളായിരുന്നു മേഴ്സി. ഇവളുടെ വർത്താനം കേട്ടപ്പോൾ മമ്മൂക്കേന്റെ ഈ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇരുന്ന് മുതലക്കണ്ണീർ ഒഴിക്കാതെ എഴുന്നേറ്റ് പോവണ്ണേ. പക്ഷെ എന്റെ അമ്മ ഉണ്ടല്ല, 10 മടക്കി കൊത്തണ പാമ്പാണ്. ഇന്ന് ഞാന് തയ്യൽ ക്ഷേമനിധിന്ന് ലോൺ എടുത്തു കൊടുത്ത്, പാർട്ടി ലെവലിൽ ലോൺ എടുത്തു കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം ഇപ്പൊ കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം, കട്ടി സ്വർണ്ണങ്ങള്. പിന്നെ ജപ്തിയാവുന്ന ഘട്ടമായി കിടക്കാണ് എന്റെ വീട്. 2012 ലോൺ വെച്ചതാണ്. എനിക്ക് സനോഫറിന്റെ റഹീമിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല, സനോഫറിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല. ഷംസൂനെ വിളിക്കുന്ന എടാ പട്ടിയെ കേട്ടാ, എത്ര വട്ടം പറയും നജിയെ ഞാൻ നിന്നെ ലേടി കെട്ടിയിട്ടുള്ളതെന്ന്. ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമാധാനം. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു ഭർത്താവിനെ എടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് അടിച്ചില്ലേക്കാ കല്ലുമണ്ണ് മാരി എറിഞ്ഞ് ഒരു പുരുഷനെ ചെയ്തതാണ്. എന്തോ ആവട്ടെ. അതിന്റെ അടുക്ക് അങ്ങനെ ഉണ്ടായോ? നാജിലാന്റെ ഉമ്മ ഹെൽമെറ്റ് വെച്ച് ഷാനിനെ അടിച്ചു പോലും. അതെന്തായാലും നന്നായി. ഉമ്മാക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. അവനൊരു അടീന്റെ കുറവുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, നാജില തന്നെ പണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചൊന്നും നോക്കണ്ട, കുറച്ചു ദിവസം കഴിയട്ടെ. ഇപ്പൊ ഉമ്മാനെയും മകളെയും കുറ്റം പറയുന്ന സ്ഥാനത്ത് അന്ന് ഇവനായിരിക്കും ഇവിടെ കുറ്റം പറയാൻ പോകുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ബാക്കി പറഞ്ഞാലും എന്നിലൊരു ബന്ധമില്ലെങ്കിൽ, എന്നിലൊരു ബന്ധമില്ലായിരുന്നു എങ്കിൽ എന്റെ മകളിൽ ഒരു ബന്ധം വെക്കരുത്. അന്നും പോലീസ് പറഞ്ഞു അവരെ മോൾ അവരെ കൂടെയാണ്. എന്നിട്ട് ഞാൻ മോൾ എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തേക്ക് അവളെ മനസ്സ് തേങ്ങോ വേദനിക്കോ എന്ന് പറഞ്ഞിട്ട്. നസ്രൂറാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് ഇനി ഉമ്മ എന്നൊരു വാക്ക് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നസ്രൂർ എന്നെ നോക്കരുത്, മയ്യത്ത് പോലും. എന്തൊക്കെയാണ് ഈ തള്ള വന്നിരുന്നു പറയുന്നത്? 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഇവൾ ഈ പറയുന്നുള്ള ബോധം ഉണ്ട് അവൾക്ക്. എന്ത് കഷ്ടാണെന്ന് നോക്കിക്ക്. നീ കെട്ടി തൂക്കി അടിച്ചില്ലെങ്കിൽ വേണ്ട, ഓക്കെ സമ്മതിച്ചു. ചിലപ്പോ നിന്റെ ഉമ്മയും മറ്റുള്ളവരും കൂടി നിന്റെ കുട്ടിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്ന് തന്നെ വെച്ചോ. എന്നാൽ അങ്ങനെയെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബോധം വേണ്ടേ? ആ കുട്ടിയെ കുറിച്ച് പിന്നെയും വന്നിരുന്ന് ഓരോന്ന് പറയാൻ നാണം വരുന്നില്ലേ? കൊച്ചു കുട്ടിയാണത്. നീയാണ് അവളെ നോക്കേണ്ടത്, അവളെ തിരുത്തേണ്ടത്. അതിന് പകരം നീ എന്താണ് ചെയ്യുന്നത്? വന്നിരുന്ന് അവളെ കുറ്റം പറയും, പ്രാക്കുന്നു. എന്തൊരു ഉമ്മയാണ് നീ. ഇടയ്ക്കൊന്ന് വന്നിരുന്ന് സ്വയം ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. നീ നിന്റെ ഉമ്മാനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. സ്വന്തം മക്കളോട് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്ക്. വീട്ടുകാരുടെ കുറ്റവും കുറവും ഒക്കെ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്ന നേരത്ത് ഇതൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം.